ഈ നല്ല തണുപ്പത്തും നമ്മുടെ മാവൊക്കെ ഇങ്ങനെ പൊന്തി വരണ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലെ രാവിലെ മാവ് അരച്ചിട്ട് ഹീറ്ററിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു കേട്ടോ. പിറ്റേ ദിവസം ആയിപ്പിക്കുന്നത് നല്ല പൊന്തി വന്നു കേട്ടോ. മാവ് പൊന്തി വന്ന സന്തോഷത്തിൽ ദോശയൊക്കെ അങ്ങോട്ട് ചുട്ടു കേട്ടോ. ഫസ്റ്റ് ദോശ എൻ്റെ കരിഞ്ഞ് പണ്ടാരടങ്ങി പോയിട്ടോ. സാരില്ല, നമുക്ക് അടുത്ത ദോശ ശരിയാക്കാം. പിന്നെ നമ്മൾ ഇന്ന് ദോശയുടെ കൂടെ സാമ്പാറാട്ടോ വെക്കണത്. സാമ്പാറിന് വലിയ വെജിറ്റബിൾസ് ഒന്നുമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ള പോലെ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. മല്ലിയില ഉള്ളത് കൊണ്ട് ആ സാമ്പാറിനൊരു സ്മെല്ലുണ്ടാവും. അത് സാമ്പാറായിരിക്കണമെങ്കിൽ മല്ലിയില വേണമല്ലോ. മല്ലിയില ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇന്ന് ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ വന്നിട്ട്. അത്രയും മഞ്ഞായിരുന്നു കേട്ടോ. റോഡ് പോലും കാണില്ല. ഇന്നാണെങ്കിൽ നൈനൂന് ബസ്സും കിട്ടിയില്ല കേട്ടോ. ബസ് വന്ന് നിന്നത് പോലും കാണാണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ഉമേഷ് ഉള്ളതുകൊണ്ട് ഉമേഷ് അവളെ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ. ഇനി അടുത്ത ആളെ സ്കൂളിൽ കൊണ്ടാക്കണം കേട്ടോ. ഇത് നമ്മൾ ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോഴും ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മളിങ്ങനെ പോകുമ്പോൾ റോഡ് പോലും നേരെ കാണൂല, അത്രയും മഞ്ഞ്. നേരെ വരുന്ന വണ്ടി പോലും കാണില്ല. വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടിട്ടാട്ടോ വരുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ലൈറ്റ് മിന്നുമ്പോൾ അവിടുന്ന് വണ്ടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ട് അരി അടുപ്പത്തിട്ടു. പിന്നെ കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ടു കേട്ടോ. കാരണം ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇട്ട തുണി പോലും നേരെ ഉണങ്ങാറുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ വെയിൽ വരാറില്ല, മഞ്ഞ് മൂടി ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇന്ന് ലഞ്ചിന് വലിയ കറികളൊന്നുമില്ല കേട്ടോ. തേങ്ങാ ചമ്മന്തി അരച്ചു. തേങ്ങാ ചമ്മന്തിക്ക് ശരിക്കും ചെറിയുള്ളിയാണ് വേണ്ടത്, ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ. ചമ്മന്തി അരച്ചിട്ട് നേരെ നൈനൂനെ കൊണ്ടുവരാൻ പോയി കേട്ടോ. നൈനു ആണെങ്കിൽ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് 11 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയാൻ, നാളെ തൊട്ട് നൈനൂന് സ്കൂളില്ല, 20 ദിവസം ലീവാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ. നൈനൂൻ്റെ സൈക്കിൾ കുറേ ദിവസമായി പഞ്ചറായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അവൾ കുറേ ദിവസമായി നേരാക്കി തരാൻ പറയണു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ പുറത്തേക്ക് പോയി. പിന്നെ ക്യാൻറ്റീനിലൊക്കെ പോയി വന്ന് നമ്മൾ പിന്നെ ഉച്ചക്കത്തെ ചോറ് ചൂടാക്കിയിട്ട് ഉച്ചക്കത്തെ കറികളും കൂട്ടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ നൈനൂന് ഹോംവർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്യിപ്പിച്ചു. പിന്നെ ആണെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് പാത്രം കഴുകൽ. ഇപ്പോഴാണെങ്കിൽ തണുപ്പായതുകൊണ്ട് ഭയങ്കര തണുപ്പുമാണ് വെള്ളത്തിന് കേട്ടോ. പാത്രം കഴുകാതിരുന്നാൽ റെഡിയാവില്ല. നാളെ രാവിലെ വരുമ്പോൾ ഒരു മൂടുണ്ടാവില്ല അടുക്കളക്കാരൻ. അത്രേ ഉള്ളൂ. ശരി.